This news is brought to you by Z-Mobile, അമ്പലം റോഡ്, ചെറുപുഴ. സംസ്ഥാന സർക്കാർ ചെറുപുഴ പഞ്ചായത്തിൽ 152 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതായി ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. അറിയിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്ന 3 കോടി രൂപയുടെ പുളിങ്ങോം ഇൻഡോർ സ്റ്റേഡിയം അദ്ദേഹം സന്ദർശിച്ചു. 9.5 കോടി രൂപയുടെ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. കോഴിച്ചാൽ, മീൻതുള്ളി, മുളപ്ര പാലങ്ങളുടെ നിർമ്മാണം പദ്ധതിയിലുണ്ട്. പുളിങ്ങോം പ്രാപ്പോയിൽ സ്കൂളുകളുടെ വികസനം, അംബേദ്കർ ഗ്രാമം പദ്ധതി, പുഴ സംരക്ഷണ ഭിത്തി, തെങ്ങ് കൃഷി വികസനം, പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം എന്നിവയാണ് മറ്റു പ്രധാന പ്രവർത്തനങ്ങൾ. പല പദ്ധതികളും പൂർത്തിയായതായും ബാക്കിയുള്ളവ ദ്രുതഗതിയിൽ നടക്കുകയാണെന്നും എം.എൽ.എ. വ്യക്തമാക്കി. സന്ദർശന വേളയിൽ കെ.ഡി. അഗസ്റ്റ്യൻ, എ.ടി.വി. ദാമോദരൻ, കെ.എം. ഷാജി, സി.ആർ. കലാധരൻ, കെ.എഫ്. അലക്സാണ്ടർ തുടങ്ങിയവർ എം.എൽ.എയോടൊപ്പം എത്തിയിരുന്നു. വളരെ സജീവമായി ഓരോ വിഷയത്തോടും വളരെ അഗ്രസീവായി ഇടപെട്ട് വരുന്ന നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുള്ള സ്ഥലമാണ് ചെറുപുഴ. അവരുടെ മുമ്പിൽ ചെറുപുഴയിലെ വികസന കാര്യങ്ങൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് കരുതിയല്ല ഇങ്ങനെ ഈ ഒരു സമയത്ത് മാധ്യമ പ്രവർത്തകരെ കാണണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചത്. വളരെ തമാശ നിറഞ്ഞ രസകരമായിട്ടുള്ള ഒരു ചിത്രം ഇന്ന് ചില പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വാർത്താ ചാനലുകളിലും അത്തരം ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുളിങ്ങോത്ത് നിന്ന് രാജഗിരിയിലേക്കുള്ള റോഡ്, ജോസിഗിരിയിലേക്കുള്ള റോഡ്, അത് ടാർ ചെയ്യണം, അതിന് പണം അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിവേദനം സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഏതൊക്കെ നിലയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയണമല്ലോ. അവർ ആർക്കാണ് നിവേദനം കൊണ്ടു കൊടുക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി. അത് PWDയുടെ ഇവിടെ പ്രാദേശികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നിരീക്ഷിക്കുകയും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് നിവേദനം കൊടുക്കുന്നത്. അത് ഫോട്ടോ എടുത്ത് മാധ്യമങ്ങളിൽ കൊടുക്കുന്നു. ഞങ്ങൾക്ക് ആദ്യം തമാശയായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതൊക്കെ നാട്ടിൽ അച്ചടിച്ചു വരുന്നു, പിന്നെ ചാനലുകളിൽ വരുന്നു എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ പറയാതെ പോയാൽ മോശമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മാധ്യമ പ്രവർത്തകരെ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. വിശേഷിച്ചും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾ തോറ്റിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ജയിക്കുന്നൊരു പഞ്ചായത്തല്ല ചെറുപുഴ എന്ന് എല്ലാവർക്കും അറിയാം. പല രാഷ്ട്രീയ ഘടകങ്ങളും സാഹചര്യങ്ങളും കടുത്ത പോരാട്ടത്തിലൂടെ നമ്മൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നന്നായിട്ട് തോറ്റിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ ഒഴുകിപ്പോയി എന്നൊന്നും ആർക്കും കണക്ക് കൊണ്ടോ മറ്റു കാര്യങ്ങൾ വെച്ചിട്ടോ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും അതിൻ്റെ ജനപ്രതിനിധികളെയും സമ്പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാമെന്നുള്ളതിൻ്റെ ഈ മണ്ഡലത്തിൽ തന്നെ ഉത്തമ നിദർശനമായിട്ട് നിൽക്കുന്നൊരു പ്രദേശമാണ് ചെറുപുഴ. ഈ ചെറുപുഴയിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു ആവശ്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പിന്നെ റോഡ് ടാർ ചെയ്യുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ രാജഗിരി മുതൽ ജോസിഗിരി വരെയുള്ള റോഡ്, പിന്നെ ചെറുപുഴ മുതൽ പുളിങ്ങോം വരെയുള്ള റോഡ്, ഈ 2 റോഡുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഏറ്റെടുത്ത് ഏറ്റവും വൃത്തിയുള്ള ഒരു മനോഹരമായ റോഡാക്കി മാറ്റണം നിശ്ചയിച്ചത്. ഈ 2 റോഡിനും കൂടി 9.5 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. ചെറുപുഴ പുളിങ്ങോം റോഡ് റീടാർ ചെയ്യുന്നതിന് വേണ്ടി 4.5 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ നടപടികളായി ടെൻഡർ നടപടികൾ പൂർത്തിയായി. അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ റോഡിൽ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് നിവേദനം കൊടുക്കേണ്ട ഒരു സമയമല്ല, പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതെല്ലാം അറിയാത്തവരൊന്നുമല്ല ഈ നിവേദനം കൊടുത്ത ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ രാജഗിരി ജോസിഗിരി റോഡ് 5 കോടി രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത്. അതും പ്രവൃത്തി പദത്തിലേക്ക് എത്തുകയാണ്. ആളുകൾ ഏറ്റെടുത്തു, അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 റോഡിനും മാത്രം 9.5 കോടി രൂപ സർക്കാർ ഫണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ചെറുപുഴ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന സന്ദർഭത്തിൽ എന്തോ ഞങ്ങളൊരു കടലാസ് എയിനെ കണ്ടിട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് എന്ന് ഭാവിയിൽ പറയാനാണോ ഈ ഒരു പരിശ്രമം എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല. അവർ അങ്ങനെ ഒന്ന് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഈ ഗ്രൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഞാൻ ഈ നിൽക്കുന്ന ഇത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ കെട്ടും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ വലിയൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുളിങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ നീക്കി വെച്ചത് 3 കോടി രൂപയാണ്. അതിൻ്റെ പണി ഏറ്റവും ഭദ്രമായ രീതിയിൽ ഈ ഗ്രൗണ്ട് ഭാവിയിൽ വലിയ താരങ്ങളെ ഉണ്ടാക്കാൻ പാകത്തിൽ അവർക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടു. ഗവൺമെൻറ് നമുക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും നൽകി. 1 കോടി ആ പാലത്തിന് വേണ്ടി മാത്രമാണ്. അനുബന്ധ റോഡുകൾക്ക് വേണ്ടിയിട്ടുള്ള തുക പഞ്ചായത്ത് ഉൾപ്പെടെ കണ്ടുകൊണ്ടാണ് ആ റോഡിൻ്റെ പ്രവൃത്തി, ആ പാലത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അതും നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് സുരക്ഷിതമായിട്ട് നിൽക്കണമെങ്കിൽ ഡ്രെയിനേജ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ കാക്കേഞ്ചാല് വലിയ ആവശ്യമായിരുന്നു. ഇപ്പോൾ നമ്മളത് ഇടപെട്ട് 27 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ഇപ്പോൾ അംഗീകരിച്ചു വന്നു. അത് അതിൻ്റെ പ്രവൃത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തോടിൻ്റെ പാർശ്വം സംരക്ഷിക്കുന്നതിന് ഭിത്തി കെട്ടി പരിപാലിക്കുക എന്നുള്ള നിലയിലാണ് 77,80,000 രൂപയുടെ പദ്ധതി ഈ ചെറുപുഴ പഞ്ചായത്തിലെ 2 തോടുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് അനുവദിച്ച് നടപ്പിലാക്കുന്നത്. നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ ആദ്യത്തെ കേരഗ്രാമം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുപുഴ പഞ്ചായത്ത്. ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ നൽകി. നാളികേര കൃഷിക്കാർ, ഇപ്പോൾ നെൽകൃഷി ഉള്ളൊരു മേഖലയല്ല ചെറുപുഴ, പൊതുവൊരു നാണ്യവിളകളാണ്, വിശേഷിച്ചും തെങ്ങ് ഉൾപ്പെടെയുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് 1 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചത്. കുറച്ച് മുൻപ് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് വയക്കര വില്ലേജ് ഓഫീസ്. ആ വില്ലേജ് ഓഫീസ് 50 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് പൂർത്തീകരിച്ചത്, ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് അതിൻ്റെ സേവനങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ എടവരമ്പ് ഗവൺമെൻറ് LP സ്കൂളിന് സ്മാർട്ട് ക്ലാസ് റൂം അവിടുത്തെ ആവശ്യമായിരുന്നു. 10 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അത് വരികയാണ്. വായനശാല കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുക CP കൃഷ്ണൻ സ്മാരക വായനശാല എടവരമ്പ് 20 ലക്ഷം രൂപ കൊടുത്ത് അതിന് കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാനിവിടെ വിശദീകരിക്കുകയല്ല. ഈ നിലക്കുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ MLA ഫണ്ട് മുഖേനയും നടപ്പിലാക്കി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ഹൈമാസ്റ്ററിലും ആക്കിത്തരും എന്നൊക്കെ വാഗ്ദാനം നൽകി പഴയ പഞ്ചായത്ത് ഭരണസമിതി അതിന് എതിരായിരുന്നു. ഇപ്പോൾ ഞാൻ സാർവത്രികമായിട്ട് അത് കൊടുക്കാൻ പോവുകയാണെന്ന് MPക്ക് നിവേദനം കൊടുത്തത് വാങ്ങിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ കാണുക. വളരെ സന്തോഷം. നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യമായ കേന്ദ്രങ്ങളിലെല്ലാം നമുക്ക് ഹൈമാസ്റ്റും മിനിമാസ്റ്റും ലഭ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് പഞ്ചായത്തിന് ബാധ്യതയില്ലാത്ത നിലയിൽ എല്ലായിടങ്ങളിലും വെളിച്ചം ജനങ്ങൾക്ക് കിട്ടത്തക്ക നിലയിലും 15 കേന്ദ്രങ്ങളിൽ സോളാർ മിനിമാസ്റ്റ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെളിച്ചം തൂകുന്ന രീതിയിൽ ഈ ചെറുപുഴ പഞ്ചായത്തിൽ നിറഞ്ഞു നിൽക്കും. ഈ നിലക്ക് നമ്മുടെ കുടിവെള്ള ജലജീവൻ മിഷൻ്റെ കൂടി എടുത്താൽ 152 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് 2021-25 കാലത്ത്, ഈ 2ാം പിണറായി ഗവൺമെൻറ് കാലത്ത് ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. ഇതെല്ലാം നടക്കുമ്പോൾ ഇതിനെല്ലാം എതിരായിട്ട് വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലും നിലയിൽ തടസ്സം ഉണ്ടാക്കുന്നതിന് പരിശ്രമിച്ചിട്ടുള്ളവർ എല്ലാ കാലത്തും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണത്തെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും അതിനെതിരായിട്ടും നട്ടാൽ മുളക്കാത്ത നുണകളും അർദ്ധസത്യങ്ങളും കള്ളത്തരങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുള്ളവർ ഇപ്പോൾ വലിയ വികസന നായകന്മാരായിട്ട് വരുന്നതിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഒരു MEക്ക് നിവേദനം കൊടുത്ത് ഇങ്ങനെ നാടിൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ കുറേ നാടകം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ അത്രയും ഇതായിട്ട് കാണുന്നത്. ഇങ്ങനെ ഇത് കൊടുത്ത് ഈ വികസന കാര്യത്തിൽ ഞങ്ങളാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഒരു വാർഡിലെ കാര്യത്തിന് ആ വാർഡിലെ മെമ്പർക്ക് പോവാം. മറ്റൊരു വാർഡ് കയറിയിട്ട് ഇന്ന് ആവശ്യം വേണമെന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത കൊടുക്കുന്ന കാര്യം വരെ ഈ പുളിങ്ങോ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വസ്തുതകളൊക്കെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യം പിന്നീട് ഇനിയും മാധ്യമ പ്രവർത്തകരെ കാണാനുണ്ട്. അപ്പോൾ എന്തും ചെയ്യും എന്നുള്ള മട്ടിലാണ്. ഇതൊന്നും നാട്ടിൽ വിലപ്പോവില്ല എന്നുള്ളത് ജനങ്ങളുടെ മുന്നിലുള്ള അനുഭവമാണ്. ഞങ്ങൾക്കറിയാം, വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും ജനപ്രതിനിധികൾ എന്ന നിലക്കും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെന്ന നിലക്കും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരെന്ന നിലക്ക് ഞങ്ങൾ നിർവഹിച്ചു വരികയാണ്. അതിൽ ഇനിയും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മാധ്യമ പ്രവർത്തകർ ഈ ഘട്ടത്തിൽ കാണുന്നത്. ഒപ്പം തന്നെ
ഇതിൻ്റെ വസ്തുതകളിലേക്ക് നിങ്ങൾ കൂടി ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങൾ ഓരോ മേഖല തിരിച്ചും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുക. ഞങ്ങൾ ഇതിനൊരു ബദൽ പ്രപ്പോസൽ വെക്കുന്നത് സോളാർ ലൈറ്റ് അത് സ്ഥാപിക്കുന്നതിനെ ചിലവ് വരുള്ളൂ, അത് പിന്നെ നടത്തിക്കൊണ്ടുപോകുന്നതിന് ചിലവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സൂര്യൻ ഇല്ലടത്തോളം കാലം അത് വിളക്ക് കത്തും, സ്വാഭാവികമായിട്ട് നാട്ടിൽ വെളിച്ചം കിട്ടും. എന്നാൽ പഞ്ചായത്തിൻ്റെ വികസനാവശ്യങ്ങൾക്ക് കൊണ്ട് വിനിയോഗിക്കേണ്ട തുക ഇങ്ങനെ കറണ്ട് ചാർജായിട്ട് തീർക്കുന്ന ഒരു നില ഉണ്ടാവില്ല. അതായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളന്ന് എം പിയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടുണ്ടാവും. മാത്രമല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗതാഗത പ്രശ്നങ്ങൾ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റു കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മലയോരം. ആ മലയോര മേഖലയിലെ ഏതെങ്കിലും ഒരു റോഡിന് ഇപ്പോൾ ചില റോഡിൻ്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കേന്ദ്ര ഫണ്ട് അനുവദിപ്പിക്കുന്ന നടപടി സ്വീകരിക്കുന്നൊക്കെ ഉള്ള പ്രസ്താവനകളൊക്കെ ഞങ്ങൾ വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കിട്ടുന്നുണ്ടെന്ന് നല്ലത്. ഈ കഴിഞ്ഞ 6-7 വർഷമായല്ലോ എം പി ഉണ്ടായിട്ട്, ഒരു നയാ പൈസ ഇടുന്നും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ചില പരിമിതികളുണ്ടാവും. ഞങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനൊന്നും ആളല്ല, കാരണം ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികളാണ്, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ എന്ത് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, എല്ലാ മാസവും കോൺസ്റ്റിറ്റ്യുവൻസി മെയിൻ്റനൻസ് ടീം എന്ന് പറയുന്ന CMT, അത് PWDയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും ഒരു മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരുടെ റിവ്യൂ മീറ്റിംഗ് ആണ്. എല്ലാ മാസവും അത് ചേരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിൻ്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് അവർ അവതരിപ്പിക്കണം. കഴിഞ്ഞ മാസത്തെ എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അവിടെ ചോദിക്കും, ഈ മാസം എന്തുവരെ ആയി എന്നുള്ളത് ചോദിക്കും. അങ്ങനെ എവിടെയെങ്കിലും വികസന കാര്യത്തിൽ വേഗത കുറയുന്നുണ്ടെങ്കിൽ യഥാവസരത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ LDF ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഈ CMT. അത് ജനങ്ങൾ അത്രയും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഓരോ മാസവും ഈ പരിശോധനയുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണത്. അത് കൃത്യമായിട്ട് പരിശോധിച്ച് വികസന കാര്യങ്ങളെ എത്തിച്ചട്ടയോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന Z മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന Z മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.